അവസാനത്തെ ആശ്രമമായിരുന്നു വെങ്കിയളിയൻ. അത് ഇങ്ങനെയുമായി. മിഷൻ ശ്രീഹരി ദേവനാരായണൻ എന്ന വൻമരം വീണു. പകരം ഇനി എന്ത് എന്ന് ആലോചിച്ച് കിടക്കുമ്പോഴാണ് സമയം 6 മണി കഴിഞ്ഞ കാര്യം ഓർത്തത്. NTR പതിവ് പോലെ മസിൽ ഉരുട്ടിക്കയറ്റാൻ പോയിരുന്നു. ഇനിയും സമയം വൈകിയാൽ എൻ്റെ ശ്രീദേവി അമ്മായിയമ്മ ആകും. അതുകൊണ്ട് വേഗം എഴുന്നേറ്റ് താഴേക്ക് അപ്പവും ചിന്നവും വീട്ടിലേക്ക് മടങ്ങി. കുറെ എന്തൊക്കെയോ വാങ്ങിക്കൊടുത്താണ് വിട്ടത്. എന്നും 4-5 വീടുകൾ വിരുന്നിന് പോയി. പോകുമ്പോഴും വരുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും NTR സ്ഥായി ഭാവത്തിൽ ആണ്. ഇന്നലത്തെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയതിൻ്റെ ശേഷം ഇതാണ് അവസ്ഥ. അതുകൊണ്ട് എനിക്കത്ര വിഷമം ഒന്നും തോന്നിയില്ല. ഇതിനിടെ ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു. കണവൻ അച്ഛനോട് തീരെ സംസാരിക്കാറില്ല. അമ്മയോടും അപൂർവമായി മാത്രം സംസാരം. എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടെന്ന് സാരം. 3:30 ഫ്ലൈറ്റിന് ഞാൻ US പോവുകയാണ്. അത്താഴം കഴിക്കുന്നതിനിടെ ഹരിയേട്ടൻ പ്രഖ്യാപിച്ചു. ഞാൻ ഞെട്ടി മുഖമുയർത്തി നോക്കി. ഞാൻ മാത്രമല്ല, അച്ഛനും ശ്രീദേവിയമ്മയും ഞെട്ടിയിരിക്കുകയാണ്. ഹരിമോന്, നീ എന്താ ഇത്ര വേഗം പോകുന്നത്? എനിക്ക് പോണം അച്ഛാ, അവിടെ ജോലി ഒരുപാട് പെൻഡിങ് ആണ്. പോകാതെ പറ്റില്ല. എന്നാലും മോനെ, കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആകുന്നതേയുള്ളൂ. അച്ഛൻ വീണ്ടും പറയുന്നത് കണ്ടപ്പോൾ ആൾക്ക് ദേഷ്യം വന്നെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടാണോ കല്യാണം നടത്തിയത്? എൻ്റെ സമ്മതം ചോദിച്ചിട്ടാണോ? എന്നെ എന്ത് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയതെന്ന് അറിയാമല്ലോ. ഹരിയേട്ടൻ പ്ലേറ്റ് തട്ടിയെറിഞ്ഞു എഴുന്നേറ്റ് പോയി. പ്ലേറ്റിന് പിന്നെ വീണ് നല്ല ശീലം ഉള്ളതുകൊണ്ട് പൊട്ടിയില്ല. അച്ഛൻ്റെയും ശ്രീദേവിയമ്മയുടെയും മുഖം വിളറുന്നത് കണ്ടു. നമുക്ക് മോളെയും കൂടെ വിട്ടാലോ ഏട്ടാ? അമ്മ ചോദിക്കുന്നു. ഞാൻ പ്രതീക്ഷയോടെ അച്ഛനെ നോക്കി. അതെങ്ങനെ ദേവി? ഇവൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുത്തു വെച്ചിരിക്കുകയല്ലേ അവൻ. അപ്പോൾ പഠിക്കാൻ വിട്ടത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ആ പേരും പറഞ്ഞ് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാതിരിക്കാനാണ്. കണ്ണുകൾ അനുസരണയില്ലാതെ നിറയുന്നത് മനസ്സിലായപ്പോൾ ഞാൻ വേഗം പ്ലേറ്റ് കഴുകാൻ എഴുന്നേറ്റ് പോയി. അമ്മ പുറകെ വന്നു. മോളെ, അവൻ സാരമില്ല അമ്മേ. ഒരാഴ്ച കൊണ്ട് ഭാര്യയെ പ്രേമിക്കുന്നതൊക്കെ കഥയിൽ മാത്രമേ നടക്കൂ എന്നെനിക്ക് മനസ്സിലായി. പോയാലും ഇവിടേക്ക് തന്നെയല്ല ഹരിയേട്ടൻ വരുന്നത്. നമുക്ക് നോക്കാം. അമ്മയുടെ മുഖം ഇരുണ്ടു തന്നെ ഇരുന്നു. ആ പോയ കടന്നലിൻ്റെ കുത്ത് സ്ഥിരം കിട്ടാറുള്ളതല്ലേ. പിന്നെന്താ ഇത്ര വിഷമം? മോളെ, ഞങ്ങളാണ് നിന്നെ കൂടി ഇതിലേക്ക്. ബാക്കി പറയാൻ അനുവദിക്കാതെ ഞാൻ അമ്മയെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് എനിക്ക് നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ശ്രീദേവിയമ്മ ഇങ്ങനെ കവിയർ പൊന്നമ്മ ആകാതെ. അമ്മയുടെ മൂടൊന്ന് ഓക്കെ ആയെന്ന് കണ്ടപ്പോൾ ഞാൻ മുകളിലേക്ക് പോയി. കോളേജിൽ കല്യാണം കഴിഞ്ഞതാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇവിടുത്തെ റിലേറ്റീവ് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഞാൻ തലയാട്ടി. പിന്നെ ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടായില്ല. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബാഗും കൊണ്ട് ഹരിയേട്ടൻ പോകുന്നത് കണ്ടു. ടേബിളിൽ ഒരു ATM കാർഡും ഒരു പേപ്പറിൽ പിൻ നമ്പറും വെച്ചിട്ടുണ്ടായിരുന്നു. പണം കൊണ്ട് എല്ലാമാകുമെന്നാണ് ആളുടെ വിശ്വാസം. ഞാൻ അത് ഡ്രോയിൽ തന്നെ വെച്ചു. പത്മാമ്മയുടെ സ്വഭാവമാണെങ്കിലും ഒരാഴ്ച റൂമിൽ ഒരുമിച്ച് കഴിഞ്ഞതാണ്. ഹരിയേട്ടൻ പോയപ്പോൾ എന്തോ ഒരു ശൂന്യത. പെട്ടെന്ന് ഒറ്റക്കായതുപോലെ. ആ മനുഷ്യനെ ഞാൻ സ്നേഹിച്ചിരുന്നുവോ? അതോ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയോടുള്ള സ്നേഹം ആണോ അത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ കണ്ണാ. പിറ്റേന്ന് ഞാൻ കോളേജിൽ പോകാൻ റെഡിയായി. ഡ്രസ്സും വാച്ചും മുതൽ കോസ്മെറ്റിക്സ് വരെ ബ്രാൻഡഡ് ആണ്. ഇപ്പോൾ എന്നെ കണ്ടാൽ ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണെന്നേ തോന്നും. NTR എത്തിയോ എന്തോ? ആരും ഒന്നും പറയുന്ന കേട്ടില്ല. എത്തിക്കഴിയുമ്പോൾ വിളിക്കുമായിരിക്കും. ബാഗും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ ഷോപ്പിംഗ് മഹാമഹത്തിന് വാങ്ങിയിരുന്നു. ഫോണ് പാക്ക് ചെയ്തെടുത്താണ് ഇറങ്ങിയത്. മോള് റെഡിയായല്ലേ? നമുക്ക് ഒരുമിച്ചിറങ്ങാം കേട്ടോ. അശോകൻ ഇപ്പോൾ വരും, അച്ഛൻ പറഞ്ഞു. അശോകൻ ചേട്ടൻ ഇവിടുത്തെ ഫുൾ ടൈം ഡ്രൈവറാണ്. പാർട്ട് ടൈമായി സുബിൻ എന്നൊരാൾ കൂടിയുണ്ട്. സെക്യൂരിറ്റി കൃഷ്ണേട്ടൻ. പിന്നെ ലതിക ചേച്ചിയുടെ ഹസ്ബൻഡ് രാജൻ. ആളാണ് ഇവിടുത്തെ ഓൾ ഇൻ ആൾ. ആൾ സ്വയം വിളിക്കുന്നത് രായൻ എന്നാണ്. പറഞ്ഞ പോലെ അശോകൻ ചേട്ടൻ എത്തി. ഈശ്വര, പോർഷ്യയിലാണോ ഞാൻ കോളേജിൽ പോകുന്നത്? വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ അകാരണമായ ഒരു ഭയം എന്നെ വന്ന് മൂടുന്നുണ്ടായിരുന്നു. NTRൻ്റെ അസാന്നിധ്യമാണോ? വലിയൊരു കോളേജിലേക്ക് പോകുന്നതിൽ ഉള്ള പേടിയാണോ? അതോ അശുഭമായതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണോ? കണ്ണ, കൈവിടല്ല എന്നെ. കോളേജിൽ എത്തി ജോയിൻ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞാണ് അച്ഛൻ പോയത്. ക്ലാസ് കഴിയുമ്പോൾ അശോകൻ ചേട്ടനെ വിളിക്കാൻ പറഞ്ഞു. വലിയ വണ്ടിയിലൊക്കെ വന്നിറങ്ങിയത് കൊണ്ട് ഞാനൊരു കോടീശ്വരിയാണെന്ന് കോളേജിൽ പലരും തെറ്റിദ്ധരിച്ചു. ഞാനാണെങ്കിൽ അത് തിരുത്താനും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അമ്മയുടെ സഹോദരനാണ് ദേവച്ചൻ എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. ഞാൻ അവിടെയാണ് താമസമെന്നും പടവലവും പാവലും കൃഷി ചെയ്യുന്ന പാവം അഭിജാത്യത്തിൻ്റെ എനിക്ക് കാലടിയിലെ ഒരു മീൻമുതലാളി ആകേണ്ടി വന്നു. വല്ലാതെ കുറ്റബോധം തോന്നി. ആളെ വിളിച്ചു കാര്യം പറഞ്ഞു. നിന്റെ കഥയിൽ എങ്കിലും ഞാനൊരു കാശുകാരനാകട്ടെടി എന്നാണ് ആൾ പറയുന്നത്. എനിക്ക് കരച്ചിലും ചിരിയും ഒരുപോലെ വന്നു. 2-3 കുട്ടികളുമായി കമ്പനിയായി. ചിഞ്ചു എന്ന് വിളിക്കുന്ന വിസ്മയ, ബിനൂബ്, പിന്നെ ശരണ്യ.
ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഐസ് ബ്രേക്ക് സെക്ഷനും ഇൻഡക്ഷൻ ക്ലാസ്സുകളും ഒക്കെ ആയിരുന്നു. ഇനി അങ്ങോട്ട് ഒരാഴ്ച ഇതൊക്കെ തന്നെ ആയിരിക്കും. ഒരു ലൈമിന് ഇവിടെ 50 രൂപയാണ് വില. കണ്ണ, പാവങ്ങൾ ഇവിടെ എങ്ങനെ കഴിഞ്ഞുകൂടും? പറഞ്ഞതുപോലെ പാവപ്പെട്ട കുട്ടികൾ ആരും തന്നെ ഇവിടെ ഇല്ല കേട്ടോ. എല്ലാം അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള വീടുകളിൽ സന്തതികളാണ്. പഠനവും വീടുമൊക്കെയായി 2 മാസം വേഗം കടന്നുപോയി. മസിലളിയൻ എന്നെ ഇതിനിടയിൽ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. ഇടയ്ക്ക് അമ്മയെ വിളിക്കും. അമ്മമാരും അച്ഛന്മാരും ഒക്കെ ചോദിക്കുമ്പോൾ എന്നും വിളിക്കാറുണ്ടെന്ന് ഞാൻ കള്ളം പറയും. എന്നും ഞാൻ ആൾ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും അയക്കും. അവിടുത്തെ സമയം രാത്രി 8 മണിക്ക് ഫോൺ ചെയ്യും. ദൈവം സഹായിച്ച് ഇതുവരെ ഒരു മെസ്സേജ് റിപ്ലൈ വന്നിട്ടില്ല. കോളും എടുത്തിട്ടില്ല. എങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എവരി ഡോങ് ഹാസ് എ ഡേ എന്നാണല്ലോ. കണവിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് എന്നെങ്കിലും എൻ്റെ കോൾ എടുക്കുന്ന ദിവസം വന്നാലോ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. അങ്ങനെ എൻ്റെ 21ാം പിറന്നാൾ ഇങ്ങെത്തി. ആരോടും പറയാൻ നിന്നില്ല. രാവിലെ അമ്പലത്തിൽ പോകാം എന്ന് വിചാരിച്ച് കുളിച്ചു റെഡിയായി താഴേക്ക് ചെന്നു. വാതിൽ തുറന്ന് മുറ്റത്തെത്തിയ ഞാൻ അവിടെ കണ്ട കാഴ്ച കണ്ടു അന്തം വിട്ടു നിന്നു. ബ്രാൻഡ് ന്യൂ ടാറ്റ ഹാരിയർ, അതും ഫുൾ ഓപ്ഷൻ. എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് കളർ. അച്ഛനും അമ്മയും പുറകിൽ വന്നു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ സമ്മാനം? ഞാൻ രണ്ടേലും കെട്ടിപ്പിടിച്ചു. എന്നാലും എൻ്റെ ടാറ്റ പ്രേമം ഉയരെങ്ങനെ അറിഞ്ഞു? എല്ലാവരും കൂടിയാണ് അമ്പലത്തിൽ പോയത്. എൻ്റെ വീട്ടിലേക്കും പോയി. ഡ്രൈവിംഗ് അറിയാമെങ്കിലും ഒരു ഭയമുണ്ടായിരുന്നു. അച്ഛൻ ഹെൽപ്പ് ചെയ്തു. വണ്ടിയൊടിച്ചു വന്നിറങ്ങി എന്നെ കണ്ട അഭിജാത്യം അടക്കം സകലരുടെയും കിളിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാവരും കൂടി സദ്യയൊക്കെ ഉണ്ടാക്കി അന്നിവിടെ കൂടി. ശ്രീദേവിയമ്മ ആണെങ്കിൽ ഹരി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആഘോഷമായി നടത്താമായിരുന്നു. എന്നോട് 100 വട്ടം പറഞ്ഞു. ആൾ ഒന്ന് വിഷ് ചെയ്യുക പോലും ചെയ്യും എന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു. ഇനി എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയാതെയാണോ വണ്ടിയുടെ ഫോട്ടോ, വണ്ടിയിൽ നിൽക്കുന്ന ഫോട്ടോ, സദ്യയുടെയും കേക്ക് കട്ടിങ്ങിൻ്റെയും ഫോട്ടോ, പെണ്ണെ ട്രെയിൻ പോലെ വിഷ് ചെയ്ത് സ്റ്റാറ്റസ് ആക്കി എല്ലാവരുടെയും സ്ക്രീൻഷോട്ട് ഇത്രയും എടുത്തു ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും വ്യൂവേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു നോക്കും. ഹരിയേട്ടനുമായി ചാറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ച് എല്ലാവരും കളിയാക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്നും കാണുന്നും കേൾക്കൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ആയിരുന്നു. ഹരിയേട്ടൻ സ്റ്റാറ്റസ് വ്യൂ ചെയ്തു എന്ന് കണ്ടതോടെ എൻ്റെ ഹൃദയമിടിപ്പ് ഉയരാൻ തുടങ്ങി. കണ്ണ, ഹാപ്പി ബർത്ത്ഡേ, അങ്ങനൊരു മെസ്സേജാണ് വന്നത്. ഫോണെടുത്ത് എറിയാനാണ് ആദ്യം തോന്നിയത്. എന്തിന്? ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എനിക്കൊരിടം ഇല്ല എന്നറിയാവുന്നതല്ലേ. താലി കെട്ടിപ്പോയിട്ട് 2 മാസത്തിനിടെ ജീവനോടെ ഉണ്ടോ എന്നറിയാൻ പോലും ഒന്ന് വിളിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഞാനിത്ര വികാരം കൊള്ളുന്നത്? മറവത്തൂർ കനവിലെ കോരസാറിൻ്റെ റൂളാണ് മസിലളിയൻ്റെ ലൈഫിൽ എനിക്ക് ഇവിടെ ഉണ്ടെന്നറിയാം. പക്ഷെ കാണാൻ കഴിയുന്നില്ല. താങ്ക്സ് എന്നൊരു റിപ്ലൈ അയച്ചു. അതിന് മറുപടിയൊന്നും വന്നില്ല. ഞാൻ ഫോണെടുത്ത് വെച്ച് അപ്പുറത്തേക്ക് പോയി.